നെയ്യാറ്റിൻകരയിൽ എത്തിയപ്പോഴാണ് സ്വർണ്ണത്തിൽ തീർത്ത ചന്ദ്രയാൻ പേടകം ഉണ്ടെന്നറിഞ്ഞത്. എന്തായാലും ചന്ദ്രയാൻ പേടകത്തെ കണ്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ കേട്ടറിഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ചന്ദ്രയാൻ പേടകം, അതുപോലെ തന്നെ ഒട്ടനവധി സ്വർണ്ണത്തിൽ തീർത്ത നാനോ ശില്പങ്ങൾ ഇവിടെയുണ്ട്. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ ഇതിൻ്റെ ശില്പിയായിട്ടുള്ള നെയ്യാറ്റിൻകര നമുക്കറിയാം ഡോക്ടർ ശബരിനാഥ് രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള നാനോ സ്വർണ്ണങ്ങൾ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാം. ഈ എല്ലാവരും പറയുന്നത് കേട്ടറിഞ്ഞാണ് ചന്ദ്രയാൻ പേടകം 3, അതിൻ്റെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? താങ്കൾക്കുണ്ടായ ഒരു 2005 രാഷ്ട്രപതിക്ക് ഉപരാഷ്ട്രപതി പൈലോൺ ശേഖാവത്തിന് 1 ഗ്രാമിലെ സ്വർണ്ണത്തിൽ നിലവിളക്കും പൂജാപത്രം പണിത് ലോകത്തിലെ ഏറ്റവും ചെറിയ 1 ഗ്രാം സ്വർണ്ണത്തിലാണ് ഇതിൽ പൂജാപത്രം കിണ്ടിയെല്ലാം കൂടി പണിത് കൊടുത്തത്. അതിലുപരി ഓടക്കുഴൽ, അതുപോലെ തന്നെ വലംപിരി ശംഖ്, അതുപോലെ നിലവിളക്കുകൾ, പല രൂപങ്ങളും പണിതു. ഈ പണിതലിൽ നിന്ന് എന്ന് വെച്ചാൽ നമ്മുടെ പണിക്കാരുടെ കരവഴി തെളിയിക്കാൻ വേണ്ടിയാണ്. 2005 രാഷ്ട്രപതി കൊടുക്കാൻ വേണ്ടി ചെയ്ത നാനോ ശില്പം ചെയ്ത അദ്ദേഹം തന്നെയാണ് സംയുക്തമായിട്ടാണ് ഈ സംഭവം ചെയ്തത്. അപ്പോൾ ഇത് പണിക്കാരുടെ കരുതവഴി തെളിയിക്കാൻ വേണ്ടിയാണ് ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നത്. ഇത് ഈ ചന്ദ്രയാൻ പേടകം 1, 2, 3 ചെയ്തു. ഇത് 3ാമത്തെ ചന്ദ്രയാൻ പേടകമാണ്. ഈ പേടകത്തിന് 1 മാസത്തോളം 6-7 പേർ പണിതു. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ പണിക്കാരനായ നെയ്യാറ്റിൻകര താമസിക്കുന്ന അനന്തകുമാർ, അദ്ദേഹം 10-30 വർഷമായിട്ട് എൻ്റെ സ്ഥാപനത്തിൽ ജീവനക്കാരനാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ഇതുപോലുള്ള സംരംഭങ്ങൾ ചെയ്യാൻ വളരെ ആഗ്രഹമാണ്. അപ്പോൾ അതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും സ്വർണം കൊടുക്കുകയും സ്വർണ്ണത്തിൽ അങ്ങനെ പണി തരാനും ഞാനും കൂടെയാണ് ഈ സംയുക്തമായിട്ട് ഈ ചന്ദ്രയാൻ മോഡൽ പേടകം ചെയ്തത്. ഈ പേടകത്തിൽ എന്ന് വെച്ചാൽ വ്യത്യസ്തമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റഡാർ, അതുപോലെ തന്നെ ആ പേടകത്തിലുള്ള എല്ലാ അതിൻ്റെ വിശദമായി തന്നെ എല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ പേടകം ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയിക്കുന്നത് റാഡാർ ഉൾപ്പെടെ മറ്റുള്ള ആൻറ്റിന, അതുപോലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ സ്വർണ്ണത്തിൽ ചന്ദ്രയാൻ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ മനസ്സിൽ തോന്നി. ഇന്ത്യയുടെ അഭിമാനവാചകമായ ചന്ദ്രയാൻ. അപ്പം അതിങ്ങനെ ലോകം മൊത്തം അറിയുന്ന ആ സംരംഭത്തിന് നമ്മുടെ ഒരു സന്തോഷകരമായി ഇങ്ങനെ ഒരു സംരംഭം ചെയ്യണമെന്ന് വെച്ചാൽ ഇത് 1 മാസത്തിൽ കൂടുതലെടുത്താണ് ഈ പണിതത്. 6-7 പേർ ചെയ്തുവെങ്കിലും നമ്മുടെ പണിക്കാരനായ ആനന്ദകുമാറാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തത്. അപ്പം ഇതുപോലുള്ള ഇനിയുള്ള ആഭരണങ്ങൾ പലതും പണിയണം. ഇതിപ്പോൾ എനിക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് നൽകണമെന്നാണ് ആഗ്രഹം. അത് കേരളത്തിൽ വരുമ്പോൾ അത് അവർക്ക് നൽകാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. അതിനൊക്കെ വേണ്ടിയാണ് ഇത് ചെയ്തത്. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനവാചകമായ ഈ ചന്ദ്രയാൻ ലോകം മൊത്തം അറിയട്ടെ, അത് സ്വർണ്ണത്തിൽ തന്നെ ആവട്ടെ എന്നാണ് പണിത്. ഇതിനു മുന്നേ പണിത് എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഇത് 1ാം ചന്ദ്രയാൻ, 2ാം ചന്ദ്രയാൻ. ഇതാണ് രാഷ്ട്രപതിക്ക് ഉപരാഷ്ട്രപതി പൈലോൺ ശേഖാവത്തിന് കൊടുത്തത് 2005. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രപതി രാജ്ഭവനിൽ പോയി നൽകിയത്. ഇത് കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നു, ആവശ്യം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ചന്ദ്രയാൻ തന്നെ വന്നതിന് ശേഷം ധാരാളം പേര് വരുന്നുണ്ട്. പലരും കാണാൻ വേണ്ടി ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിലുപരി ഇവിടെ പോകുന്ന എല്ലാവരും മിക്കവാറും ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. അവർക്കൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. അവർക്ക് വളരെ സന്തോഷമാണ്. അവർക്ക് നമ്മുടെ കൂടെ വന്ന് സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതൊരു വലിയ സന്തോഷകരമാണ്. കാരണം വെച്ചാൽ നമ്മുടെ പണിക്കാരുടെ കരവഴി തെളിയിക്കാനും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ചെയ്യുന്ന സ്വർണ്ണത്തിലായാലും ചെറിയ ചെറിയ ശില്പങ്ങൾ ചെയ്യാനും ഏറ്റവും വെയിറ്റ് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ചെയ്യാനും കഴിയുന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അടുത്ത ഇന്ത്യയുടെ അഭിമാനവാചകമായ എന്ത് റോക്കറ്റായാലും മറ്റെന്തെങ്കിലും ആയാലും അത് നമുക്ക് ആ സ്വർണ്ണത്തിൻ്റെ പണിയെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെയാണ് ഞാൻ പോകുന്നത്. എന്തായാലും ഇനി ഉണ്ടാകുന്ന ഓരോ പദ്ധതി നിങ്ങൾ എന്തായാലും ചെയ്യും. സ്വർണ്ണത്തിൽ പണി അത് ഈ ലോകത്തുള്ള ഏത് മോഡലായി, ഏത് രൂപത്തിലായി, ഏത് ഭാവത്തിലായാലും എൻ്റെ പണിക്കാർ അതിനുള്ള സഹായിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യും. അങ്ങനെ ഒരു ചലഞ്ചാണ്.